ഗർഭിണിയുടെ ദന്താരോഗ്യം. അതെന്താണ് ഗർഭിണിയുടെ ദന്താരോഗ്യത്തിന് ഇപ്പം ഇത്ര പ്രത്യേകത? ഗർഭവും ദന്താരോഗ്യവും തമ്മിൽ എന്താണ് ബന്ധം എന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. എന്ന് ഞാൻ പറഞ്ഞുതരാം. ഗർഭകാലവും ദന്താരോഗ്യവും തമ്മിൽ ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഹോർമോൺസ് ആയിട്ടുള്ള പ്രൊജസ്റ്ററോൺ, ഈസ്ട്രജൻ എല്ലാം കാരണം മോണരോഗങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഗർഭിണിയായിരിക്കുന്ന സമയത്തുള്ള ഡയറ്ററി ഇൻടേക്ക്, ഭക്ഷണശീലത്തിൽ വരുന്നൊരു വ്യത്യാസമുണ്ട്. അത് മുമ്പ് കഴിക്കാത്ത പല കാര്യങ്ങളും ഗർഭിണിയായിരിക്കുന്ന സമയത്ത് കഴിക്കാറുണ്ട്. ഫുഡ് ഹാബിറ്റിൽ വരുന്ന ഒരു പാറ്റേണിൽ വരുന്ന ഒരു ചേഞ്ചും, കൂടുതൽ ഫുഡ് ഇൻടേക്ക് ചെയ്യാറുണ്ട്, പല തവണകളായി ഫുഡ് കഴിക്കാറുണ്ട്. അതെല്ലാം ഡെന്റൽ ഇഷ്യൂസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മോർണിംഗ് സിക്നസ് ആണ്. മോർണിംഗ് സിക്നസ് വരുന്ന സമയത്ത് ഗർഭിണിയായിരിക്കുന്ന സ്ത്രീകൾ ഒരുപാട് ഒമിറ്റ് ചെയ്യാറുണ്ട്. ഒമിറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടിന്യൂസ്ലി ഒരുപാട് തവണ ഒമിറ്റ് ചെയ്യുമ്പോൾ അത് ആ ഒമിറ്റിലുള്ള കണ്ടൻസ് എല്ലാം വായിലും പല്ലിലും ഒക്കെ ആകുന്നത് കാരണം അത് പല്ലിന് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഇതുപോലുള്ള കുറേ റീസൺസ് കാരണം ഗർഭിണിയായ സ്ത്രീകളിൽ ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അഗ്രവേറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഗർഭകാലം എന്ന് പറയുന്നത്. മോണരോഗവും ദന്തക്ഷയവും പോലുള്ള പ്രശ്നങ്ങളൊക്കെ പലർക്കും സാധാരണ വരുന്നതില്ലേ, അതിലെന്താണ് ഇപ്പോൾ ഒരു ഗർഭിണിക്ക് വരുന്നതിൽ ഇത്രയ്ക്ക് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. എന്നാൽ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞുതരാം. ഗർഭിണിയായ സ്ത്രീകളിൽ ജിഞ്ചവൈറ്റിസ് എല്ലാം അഗ്രവേറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഡെന്റൽ ക്യാവിറ്റീസും ഇൻഫെക്ഷനും എല്ലാം ഒരുപാട് കൂടി നിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കുഞ്ഞിലേക്ക് പകരാനുള്ള ഓറൽ ക്യാവിറ്റിയിലുള്ള ബാക്ടീരിയൽ ട്രാൻസ്മിഷൻ ഒക്കെ നടക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഡെന്റൽ പ്രോബ്ലംസ് കാരണം ചിലപ്പോൾ സിവിയർ ആയിട്ടുള്ള വേദന ഉണ്ടാവാം. അതല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് എല്ലാം ആ സമയത്ത് ഉണ്ടാവുമ്പോൾ അതെല്ലാം ഗർഭിണിയുടെ ഓവറോൾ ഹെൽത്തിനെ സാരമായി ബാധിക്കും. ഗർഭിണിക്ക് പ്രോപ്പറായി ഭക്ഷണം കഴിക്കാൻ സാധിക്കില്ല. ഡെന്റൽ ഇഷ്യൂസും വേദനയും പ്രശ്നങ്ങളും ഒക്കെ ആയിരിക്കുന്ന ഒരു ഗർഭിണിക്ക് പ്രോപ്പറായിട്ട് ആഹാരം കഴിക്കാൻ സാധിക്കില്ല. അത് അവരുടെ കുഞ്ഞിൻ്റെയും അവരുടെയും ഓവറോൾ ആരോഗ്യത്തെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കും. ആ സമയത്ത് ഡെന്റൽ ഇൻഫെക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ മരുന്ന് കഴിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവും. അതിന് കുഞ്ഞിനും അമ്മയുടെയും ആരോഗ്യത്തേക്ക് കരുതി മരുന്ന് കഴിക്കുന്നതൊക്കെ ഒഴിവാക്കാനാണ് പലരും ആഗ്രഹിക്കുന്നത്. ഗർഭിണിയായിരിക്കവേ മരുന്ന് കഴിക്കേണ്ട സാഹചര്യങ്ങൾ വരും. മരുന്ന് കഴിക്കുന്നത് മാത്രമല്ല, ഡെന്റൽ എക്സ്റേസ് ഒക്കെ എടുക്കേണ്ട സാഹചര്യം ഉണ്ടാവാം. ഡെന്റൽ എക്സ്റേസ് പൊതുവേ സേഫ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. വളരെ കുറഞ്ഞ റേഡിയേഷൻസ് മാത്രമേ ഡെന്റൽ എക്സ്റേസിലുള്ളൂ. പക്ഷേ എങ്കിൽ പോലും ഗർഭകാലത്ത് എക്സ്റേ എടുക്കുന്നതിൽ നിന്ന് ഒഴിവായി നിൽക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഡെന്റൽ ഇഷ്യൂസ് ഒക്കെ വരുന്ന സമയത്ത് എക്സ്റേ എടുക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. ഗർഭിണികളിൽ കാണുന്ന മോണരോഗം ഒരുപാട് അഗ്രിവേറ്റ് ആകുമ്പോൾ അത് ചെന്ന് നിൽക്കുന്നത് പ്രീടേം ഡെലിവറിയിലേക്കാണ്. അതായത് മാസം തികയാതെ പ്രസവിക്കുന്ന ഒരു കണ്ടീഷനിലേക്കാണ്. വളരെ ഗുരുതരമായ കുഞ്ഞിന് ബർത്ത് വെയിറ്റ് അല്ലെങ്കിൽ മാസം തികയാതെ പ്രസവിക്കുക പോലുള്ള ഗുരുതരമായ കണ്ടീഷൻസും മോണരോഗങ്ങൾ നിമിത്തം ഉണ്ടാകാറുണ്ട്. വളരെ നിസ്സാരമെന്ന് തോന്നുന്ന മോണരോഗം കൊണ്ട് കുഞ്ഞിനും അമ്മയ്ക്കും ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം ഒഴിവാക്കാനായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പ്രഗ്നൻ്റ് ആവാൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഡെന്റൽ കണ്ടീഷൻ അല്ലെങ്കിൽ ഓറൽ ഹെൽത്ത് കൃത്യമായ ഒരു ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോയി അസസ് ചെയ്യുക. എന്തെങ്കിലും ഡെന്റൽ പ്രോബ്ലംസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട കൃത്യമായ ചികിത്സ സ്വീകരിക്കുക. ഗർഭകാലത്തിലുടനീളം നിങ്ങൾ ദന്തപരിചരണത്തിന് പ്രത്യേകം പരിഗണന കൊടുക്കണം. നിങ്ങളുടെ ബ്രഷിങ്ങിനും ഫ്ലോസിങ്ങിനും ഓവറോൾ ഡെന്റൽ കെയറിനും പ്രത്യേകമായി പരിഗണന കൊടുക്കുക. ഈ ഗർഭകാലത്തുടനീളം കൃത്യമായ ഇടവേളകളിൽ ഡെന്റിസ്റ്റിനെ വിസിറ്റ് ചെയ്യുകയും ഓറൽ ഹെൽത്തിൻ്റെ കണ്ടീഷൻ എന്താണ് എന്ന് കൃത്യമായി അസസ് ചെയ്യുകയും ചെയ്യുക. എന്തെങ്കിലും പ്രശ്നം ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ദന്തപരിചരണത്തിൽ ചില മോഡിഫിക്കേഷൻസ് വരുത്താൻ ഡെന്റിസ്റ്റ് നിർദ്ദേശിക്കും. അത് കൃത്യമായി പാലിക്കുക. പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഗർഭിണികളിലെ ദന്തപരിചരണം എന്ന് പറയുന്നത്. അതൊരിക്കലും നെഗ്ലക്റ്റ് ചെയ്യരുത്. താങ്ക്സ് ഫോർ ലിസണിങ്.